അല്ല, പറഞ്ഞത് ഇഷ്ടമാകില്ലെന്നറിയാം. ആ പ്രിയ സത്യങ്ങളാണല്ലോ. അല്ല, കുറച്ചു നേരം അപ്പുറത്തേക്ക് എങ്ങാനും മാറി നിന്ന എനിക്കെന്റെ മോനോട് മാത്രമായി ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന് ചെല്ല് ചെല്ല്. അല്ല, പോയാലും ചെവി ഇവിടെ തന്നെ ആയിരിക്കും അറിയാനിട്ടല്ല. എന്തായാലും മോള് പേടിക്കണ്ട, പറയാൻ പോകുന്നു നിന്റെ കാര്യങ്ങളല്ല. ചെന്നാട്ടെ. എന്താ കഞ്ചനാമേത്? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലെന്നുണ്ടോ? എന്തിനാ അവളോടിങ്ങനെ? എന്റെ മോനെ, അറിയാതെ അങ്ങനെ പറഞ്ഞു പോകുന്നതാ. അത് സങ്കടം സഹിക്കാൻ വയ്യാഞ്ഞിട്ടല്ലേ. എല്ലാത്തിനും കാരണം അവൾ ഒറ്റ ഒരുത്തിയല്ലേ. മതി, ഇതൊക്കെ 1000 ആവർത്തി ഞാൻ കേട്ടതാ. കേട്ട് കേട്ട് മനുഷ്യനെ ഭ്രാന്ത് പിടിച്ചു. ആ, ഇനി ഭ്രാന്തും കൂടി പിടിക്കാതിരിക്കാൻ ദൈവത്തോട് ഉള്ളുരുകി പ്രാർത്ഥിക്കാം. ദേ, അവിടെ ഒരുത്തി ഏതാണ്ട് അതേ അവസ്ഥയല്ല. ഏത് നേരവും കരച്ചിലും വീഴ്ചയിലും മാത്രമേ ഉള്ളൂ. തീറ്റയും കുടിയും പോലും ഇല്ല. ഗംഗമോളുടെ കാര്യാ മോനെ പറഞ്ഞത്. ഇങ്ങനെ പോയാൽ അധികം വൈകാതെ ഭ്രാന്തിന്റെ വക്കത്ത് തന്നെ എത്തും. ഓ ദൈവമേ, എങ്ങനെ കഴിഞ്ഞിരുന്നൊരു കുടുംബമാ. എന്നോട് മാത്രമായിട്ട് പറയണ്ടെന്ന് പറഞ്ഞത് ഇതാണോ? അല്ല മോനെ, അത് വേറൊരു കാര്യാ. അത് ഞാനെന്ന് ആശുപത്രിയിൽ വെച്ച് ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ? എന്ത് കാര്യം? അല്ല, ആ വിൽപത്രത്തിന്റെ കാര്യേ. അപ്പേട്ടൻ ഗാതമോൾക്ക് എഴുതി വെച്ച. ഓ, അല്ല, അത് കിട്ടിയിരുന്നെങ്കിൽ ഗിരിമോന്റെ കയ്യിലിരിക്കുന്നതിൽ വിശ്വാസക്കുറവുണ്ടായിട്ടൊന്നും അല്ല. ഗാതമോളുടെ ഒരു അല്ല, 1-2 ആലോചനകളൊക്കെ വന്നതാ. അല്ല, കൊള്ളാവുന്നയാണെങ്കിൽ മോനോടൊക്കെ ചോദിച്ചതൊക്കെ ഒന്ന് നടത്താമല്ലോ. ആ വിൽപത്രല്ലേ, അതിങ്ങെടുത്ത് കൊടുത്തേക്ക്. ഗാതമോൾക്കേ 1-2 ആലോചനകളൊക്കെ. കഞ്ചനാമേ, വിൽപത്രം ഞാൻ തരാന്ന് പറഞ്ഞല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനെ സ്ട്രെയിൻ എടുത്ത് ഓരോന്ന് പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഗാഥയ്ക്ക് കല്യാണാലോചന വരുന്നുണ്ടെങ്കിൽ നടത്തിക്കോ, അത് നല്ല കാര്യമല്ലേ? അല്ല മോനെ, ഞാൻ പറഞ്ഞത് ഇതല്ലേ. നിന്റെ കൈകൊണ്ട് തന്നെ അതങ്ങ് കൊടുത്തേക്ക്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ മോനെ. ഇപ്പൊ പോയാ നമ്മുടെ വീട്ടിന്റെ വാതിൽക്കൽ കൂടെ പോകുന്ന ബസ് കിട്ടുവേ. നമ്മുടെ വീടോ? ഇപ്പൊ അത് പൂർണ്ണമായും കഞ്ചനാമേടത് മാത്രമായില്ലേ? അയ്യോ, ഞാൻ അങ്ങനെ മനസ്സ് പോലും വിചാരിച്ചിട്ടില്ല മോനെ. ഇപ്പോഴും അതെല്ലാവരുടെയും കൂടി ആണെന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഇനി ധൈര്യമായിട്ട് അങ്ങനെ കരുതാലോ, അല്ലേ? കഞ്ചനാമ ഇറങ്ങിക്കോട്ടെ ഗിരിയേട്ടാ, താമസിച്ച ചിലപ്പോ ബസ് കിട്ടിയില്ലെങ്കിലോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ മോളെ. മോനെ, അമ്മ വരട്ടെ മോനെ. ഇനി ഏതായാലും അവരിങ്ങോട്ടൊന്നും വരുമെന്ന് പേടിക്കണ്ട. അത്രയും സ്വസ്ഥമായല്ലോ. ഞാൻ ഗിരിയേട്ടന് വെള്ളം എടുത്തിട്ട് വരാം. ചായ. ഇനി എന്താ പ്ലാൻ? പഴുതുകളെല്ലാം അടച്ചു കഴിഞ്ഞു. ആർക്കും ഇനി എന്നിൽ യാതൊരു സംശയവും ഉണ്ടാകാനിടയില്ല. ആ വിശ്വാസം നല്ലതാ. പക്ഷെ അങ്ങനെ അങ്ങ് പൂർണ്ണമായി ഉറപ്പിക്കാമോ? എന്താ സംശയം? അത്ര ഗംഭീരമായ പെർഫോമൻസാണ് ഞാൻ ക്ലാരയുടെയും മദർ മാർഗ്രറ്റിൻ്റെയും അരുന്ധതിയുടെയൊക്കെ മുന്നിൽ കാഴ്ചവെച്ചത്. അറിയോ നിനക്ക്? സമ്മതിക്കുന്നു. പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആ മദറും അരുന്ധതിയും തമ്മിൽ കാണാനിടയായാലോ? കാണണമല്ലോ, അവർ തമ്മിൽ കണ്ടല്ലേ തീരൂ. അതെ, പക്ഷെ ധനപാലേട്ടന്റെ നാടകം അവിടെ പൊളിയാനിടവന്നാൽ? എങ്ങനെ? രണ്ടിടത്തും 2 രീതിയിലാണല്ലോ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇൻ കേസ് അവരത് മനസ്സിലാക്കിയാൽ? ഏയ്, അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. ഇരു കൂട്ടരുടെയും ഉള്ളിൽ നമ്മൾ കൊളുത്തി വെച്ചൊരു തിരിയുണ്ട്. അതായത് കുഞ്ഞിൻ്റെ പേരിലുള്ള അവകാശബോധം.
ആ ബോധം ഉള്ളിലുള്ളിടത്തോളം കാലം രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് മാത്രമേ അവർ സംസാരിക്കൂ. അതാണ് സൈക്കോളജി. സൈക്കോളജി മുൻവിധിയൊക്കെ നമ്മുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാൻ മാത്രമേ ഉതകാറുള്ളൂ. സംഭവിക്കുന്നത് മറിച്ചാണെങ്കിലോ ഒടുക്കം വെളുക്കാൻ തെച്ചത് പാണ്ടായെന്ന് പറഞ്ഞ പോലെ ആവും. നീ തന്നെ ബുദ്ധി ഉപദേശിച്ചു തന്നിട്ട് ഒടുവിൽ നിന്ന് ന്യായം പറയാ? ചൂടാവാൻ വേണ്ടി പറഞ്ഞതല്ല. എല്ലാ വശവും നമ്മൾ ചിന്തിക്കണമല്ലോ. നിസ്സാരങ്ങളെന്ന് കരുതി തള്ളിക്കളയുന്ന ചില കാര്യങ്ങളാവും ഒടുക്കം വിനയായി തീരുന്നത്. ഇല്ല കസ്തൂരി, ഇവിടെ ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും. ഇരു കൂട്ടരും സംശയിക്കാൻ പോകുന്ന ഒരാളെ തന്നെയായിരിക്കും, അഡ്വക്കേറ്റ് ശ്യാമപ്രസാദിനെ മാത്രം. കുഞ്ഞിനെ നമ്മൾ കടത്തുകയും ചെയ്യും, ശ്യാം കുടുങ്ങുകയും ചെയ്യും. അയ്യോ എൻ്റെ ദൈവമേ, സാറേ സ്നേഹ കാണുന്നില്ല. എല്ലായിടത്തും നോക്കിയോ? ഞാൻ എല്ലായിടത്തും നോക്കി സാറേ, കാണുന്നില്ല. ക്ലാസ് മുറിയിൽ നോക്കി സാറേ, ഇനി ഒരിടവും ബാക്കിയില്ല. ബസ് വല്ലതും മാറി കയറുകയായിരിക്കുമോ? ഇല്ല സാറേ, എല്ലാ ബസ്സും ചെക്ക് ചെയ്തു. മൈ ഗോഡ്. സ്കൂൾ ബസ് വരാൻ നേരമായി. റോഡിലേക്കൊന്ന് ചെല്ലും മമ്മി. ഞാനിതൊന്ന് ആറ്റി തണുപ്പിച്ച് വെക്കട്ടെ, ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ പേരിലാവും ശാഠ്യം പിടുത്തം. അവള് താനെ ഇങ്ങ് വന്നോളും. പോയി വരാൻ തുടങ്ങിയിട്ട് ദിവസം കുറെ ആയില്ലേ. അവള് റോഡിൽ വല്ല കാഴ്ചയും കണ്ട് നിന്ന് കളയും. എന്നാ മമ്മി ഇതൊന്ന് തണുപ്പിച്ച് വെക്ക്, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. വേണ്ട, ഞാൻ തന്നെ പോകാം. ഹലോ മാഡം, സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പളാണ് സംസാരിക്കുന്നത്. എന്താ സാർ? സ്നേഹയെ കാണാനില്ല മാഡം. അയ്യോ, സ്കൂളിൽ എല്ലായിടത്തും അന്വേഷിച്ചു. ഇനി വീട്ടിലെങ്ങനെ എത്തിയോന്ന് അറിയാൻ വേണ്ടിയാ. മമ്മി ഇതുവരെ പോയില്ലേ? വണ്ടി വന്നതാണ് മമ്മി. എന്റെ മാതാവേ, അയ്യോ. എന്താ മമ്മി? ആരാ ഫോൺ ചെയ്തേ? മോളെ. എന്താ മമ്മി? സ്നേഹമോളെ. മോളെ, സ്നേഹമോളെ കാണാനില്ലെന്ന്.
ഹലോ, എന്ത്? സ്നേഹമോളെയോ? എപ്പോ? സ്കൂളിൽ നിന്നോ? എന്റെ മാതാവേ, എന്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ ഈശോയെ. എന്താ മാഡം ഇത്ര വേഗം തിരിച്ചു വന്നത്? ഞാൻ പോയതിനു ശേഷം ഇവിടെ വിശേഷിച്ച് ആരെങ്കിലും വന്നിരുന്നോ? ശ്യാമപ്രസാദോ ക്ലാരയോ ധനപാലനോ മറ്റോ? ഏയ്, ആരും വന്നില്ല. എന്താ മാഡം? ഏയ്, ഒന്നുമില്ല. എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടല്ലോ. എന്തായാലും എന്താ? அறிஞ்சுக்கா நாங்கள் 3 பேரும் இன்னைக்கு கோவிலுக்கு போகிறேன். ரேணுவை கொண்டு போய் சாமியை கும்பிட போகிறேன். கோவிலில் சாமியை கும்பிட்டாச்சுன்னா ரேணுகையோட அசுഖം എല്ലാം പോയിടും. ക്ഷേത്രത്തിൽ പോകുന്നുണ്ടോ? മീനാക്ഷി, ഞാൻ പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം. മീനാക്ഷി, ഇന്നിനി ക്ഷേത്രത്തിലൊന്നും പോവണ്ട.